മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ വീണ്ടും മൈക്ക് പ്രതിസന്ധി. പ്രസംഗം തുടരുന്നതിനിടെ ആംപ്ലിഫയറിൽ നിന്നും പുക ഉയർന്നു. നേരത്തെ മൈക്ക് ഊരി വീണ് പ്രസംഗം തടസ്സപ്പെട്ടിരുന്നു. നമ്മുടെ കോൺഗ്രസിന്റെ ശരി, എന്തായാലും മുഖ്യമന്ത്രിയുടെ മൈക്ക് ആദ്യം ഈ പറയുന്ന പോലെ മൈക്ക് ഇതാ താഴെ വീണ് പോകുന്നു നമുക്ക് കാണാം. സ്റ്റാൻഡിൽ നിന്നും അദ്ദേഹം പിടിക്കുന്നു, മൈക്ക് താഴെ വീണ് പോകുന്നു. രണ്ടാമത് വീണ്ടും എത്തിച്ച മൈക്കിൽ നിന്നും പുക ഉയർന്നു എന്നുള്ളതുമാണ് രണ്ടാമത്തെ ദൃശ്യത്തിൽ നമുക്ക് കാണുന്നത്. ഷിനോജ് എസ് ടി വിവരങ്ങളുമായിട്ട്. ഷിനോജ്, മൈക്ക് പൊല്ലാപ്പാകുന്ന സംഭവങ്ങളുണ്ട്. ഇതിപ്പോ വല്ലാത്ത പൊല്ലാപ്പായി പോയി. 2 തവണയാണ് ഈ മൈക്ക് ഇത്തരത്തിലുള്ള പണി മുടക്കിയിരിക്കുന്നത്. രണ്ടാമത് എന്താണ് സംഭവിച്ചത്? അക്ഷയ, മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. ആകെ മൊത്തം തടസ്സങ്ങളാണല്ലോ എന്നാണ്. രണ്ടാമത് ആംപ്ലിഫയറിൽ നിന്ന് പുക ഉയർന്ന സമയത്ത് മനസ്സിലായല്ലോ, ഒന്നുകൂടെ പറയാമോ? ആകെ മൊത്തം തടസ്സങ്ങളാണല്ലോ എന്നാണ് മുഖ്യമന്ത്രി ഈ സംഭവത്തിൽ ആദ്യം പറഞ്ഞത്. അതുപോലെ ഇത് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന് LDF പ്രചാരണ യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ആദ്യത്തെ യോഗമാണ് ഇപ്പോൾ വൈക്കം തലയോലപ്പറമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യോഗത്തിനിടയിലാണ് ആദ്യം മുഖ്യമന്ത്രിയുടെ മൈക്കിന്റെ സ്റ്റാൻഡ് ഇളകിപ്പോയി. അത് ഏകദേശം ഒരു 5 മിനിറ്റോളം മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുന്ന രീതിയുണ്ടായി. തുടർന്ന് മൈക്ക് ഓപ്പറേറ്ററൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് ശരിയാക്കിയത്. മന്ത്രിമാരായ VL വാസവനും ജോസ് കെ മാണി MP ഒക്കെ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു, ഈ സ്ഥലത്തുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ നേരത്തെ മുഖ്യമന്ത്രി പാലായിലെത്തി നവകേരളത്തിൽ നടന്ന സമയത്തൊക്കെ നമ്മൾ സംഭവങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ആ സംഭവം വികാസത്തിന്റെ ഒക്കെ ഇപ്പോഴും ചർച്ച ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുമോ എന്നെല്ലാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. എന്നാൽ വളരെ സംയമനത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തിരിച്ച് പ്രതികരിച്ചു. നേരത്തെ മുഖ്യമന്ത്രിയുടെ മൈക്ക് പ്രശ്നമുണ്ടാക്കിയ സമയത്ത്, പൊല്ലാപ്പുണ്ടാക്കിയ സമയത്തൊക്കെ തന്നെ മുഖ്യമന്ത്രി പ്രതികരിച്ച രീതിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ആ രീതിയിലുള്ള ഒരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായില്ല. വളരെ സംയമനത്തോടെ മുഖ്യമന്ത്രി ഇടപെട്ടു. തുടർന്ന് പ്രസംഗം ഒരു 3/4 മണിക്കൂർ ആയ സമയത്താണ് വീണ്ടും ആംപ്ലിഫയറിൽ നിന്ന് പുക വരുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് അവിടെ കൂടിയിരുന്ന ആളുകൾ, ഈ ആംപ്ലിഫയറിന് ചുറ്റും വരുന്ന ആളുകളൊക്കെ തന്നെ എണീറ്റ് മാറി വീണ്ടും മുഖ്യമന്ത്രി പ്രസംഗം നടത്തി. അപ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നത് ആകെ മൊത്തം തടസ്സങ്ങളാണല്ലോ എന്ന് മുഖ്യമന്ത്രി പറയുന്നത്. തുടർന്ന് ജോസ് കെ മാണി ഉടൻ തന്നെ ഇടപെട്ടു. ഇപ്പോൾ ശരിയാക്കാമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. തുടർന്നാണ് ഈ ആംപ്ലിഫയർ ശരിയാക്കുകയും തുടർന്ന് വീണ്ടും പ്രസംഗം തുടരുകയും ചെയ്തത്. എന്തായാലും ഈ ആംപ്ലിഫയർ രണ്ടാമത് പണിമുടക്കിയ സാഹചര്യത്തിൽ ഉടൻ തന്നെ മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ യോഗം നടപടികളൊക്കെ തന്നെ അവസാന ഘട്ടത്തിലേക്ക് നടന്നിരിക്കുകയാണ്. എന്തായാലും വൈക്കം തലയോലപ്പറമ്പിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മൈക്ക് അതിനുശേഷം ആംപ്ലിഫയറുമൊക്കെ തന്നെ പ്രതിസന്ധി ഉണ്ടാക്കി പൊല്ലാപ്പുണ്ടാക്കിയിരിക്കുന്നത്. ഷിനോജ്, അതായത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർത്തിയാക്കി എന്നുള്ള കാര്യം അറിയാൻ സാധിച്ചു. അതിനപ്പുറത്തേക്ക് ആംപ്ലിഫയറിൽ നിന്ന് പുക ഉയരുക എന്ന് പറയുന്ന ഒരു പ്രശ്നം തന്നെയാണല്ലോ, വലിയൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണല്ലോ. അതിലിപ്പോൾ ആ മൈക്ക് വെച്ച് തന്നെയാണ് വീണ്ടും അവിടെ ഇപ്പോൾ പ്രശ്നമൊക്കെ തുടരുന്നത്. ഇവിടെ ആദ്യം മൈക്കിന്റെ സ്റ്റാൻഡ് ഇളകിയതായിരുന്നു പ്രശ്നം. രണ്ടാമത് ആംപ്ലിഫയറിൽ നിന്ന് പുക ഉയരുന്നതാണ്. ഈ മൈക്ക് ഓപ്പറേറ്ററുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മൈക്ക് ഓപ്പറേറ്റർ പറയുന്നത് അതിന്റെ മൈക്ക് ഓപ്പറേറ്റർ ഈ ആംപ്ലിഫയറിൽ ഒരു സാങ്കേതിക പ്രശ്നമാണ്, കത്തിപ്പോയത് എന്നതാണ് വിശദീകരണമാണ് മൈക്ക് ഓപ്പറേറ്ററിൽ നിന്ന് ലഭ്യമാകുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുക്കാനുള്ള സാധ്യതകളൊക്കെ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ എന്തെങ്കിലും കേസ് വരും, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ തന്നെ ആ രീതിയിലുണ്ടെങ്കിൽ നീക്കം ഉണ്ടാകുമോ, ഇതൊരു വിഷയമായി ഉയർത്താതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണോ LDFിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നൊക്കെ തന്നെ കൗതുകമുണ്ട്. എന്തായാലും ആംപ്ലിഫയറിൽ നിന്ന് പുക ഉയർന്നത് ഒരു മുഖ്യമന്ത്രി പ്രസംഗം ഒരു 3/4 മണിക്കൂറോളമായ സമയത്താണ് ആംപ്ലിഫയറിൽ നിന്ന് പുക ഉയർന്നത്. ആ പുക ഉയർന്ന സമയത്ത് തന്നെ പ്രത്യേകിച്ച് ചാനലിന്റെ ക്യാമറാമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, പല ചാനലുകളുടെയും ഒക്കെ ക്യാമറാമാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആ പ്രദേശത്തുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ അവിടെ നിന്ന് മാറി. ആ സമയത്താണ് ഈ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുമൊക്കെ മാറുന്ന സ്ഥിതി ഉണ്ടായത്. അതിന് ആ സമയത്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് ആകെ മൊത്തം തടസ്സങ്ങളാണല്ലോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്.
പിന്നീട് തുടർന്ന് ജോസ് കെ മാണി MP ഇടപെട്ട് ഇല്ല ഇപ്പോൾ ശരിയാക്കാമെന്ന തരത്തിൽ ജോസ് കെ മാണി MP ഉറപ്പ് നൽകി. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പ്രസംഗം നടത്തിയ മുഖ്യമന്ത്രി ആംപ്ലിഫയർ ശരിയാക്കുകയും അതിനുശേഷം മുഖ്യമന്ത്രി പ്രസംഗം തുടരുകയും ചെയ്തത്. ഷിനോജ, ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ഇതിന് മാത്രം അടിപൊളി മൈക്ക് അവിടെ എത്തിച്ച സൗണ്ട് സിസ്റ്റം ആരുടേതാണ്? ഈ മൈക്ക് സിസ്റ്റം ആരുടെയാണ്? അറിയാൻ പറ്റുമോ? അറിയുന്നുണ്ട് അത്തരത്തിലുള്ള വിവരങ്ങൾ? ഇത് പ്രാദേശികമായി വൈക്കത്ത് തന്നെയുള്ള ഒരാളുടെ മൈക്ക് സിസ്റ്റം ആണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിന്റെ പ്രധാനപ്പെട്ട ഓപ്പറേറ്റർ, അതായത് മെയിൻ മുതലാളി ഇവിടെ എത്തിയിട്ടില്ല. കൂടെ സഹായികളായിട്ടുള്ള വ്യക്തികളൊക്കെയാണ് നിലവിലിവിടെ എത്തിയിട്ടുള്ളത്. അവരെല്ലാം തന്നെ നന്നായിട്ട് വേർത്തിട്ടുണ്ട്. അവർ മാത്രമല്ല, ഈ വേദിയിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ വേർത്തിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് നിലവിലെ MP ആയിട്ടുള്ള തോമസ് ചാഴിക്കാടൻ. കാരണം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എന്തെങ്കിലും സംയമനമില്ലാതെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സൈബർ ഇടത്തിലൊക്കെ ചർച്ചയാകുന്നത് ചാഴിക്കാടനെ ആയിരിക്കും. പ്രത്യേകിച്ച് നവകേരള ഫെസ്റ്റ് നടന്ന സമയത്ത് പാലായിൽ ചാഴിക്കാടനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ആ രീതിയിൽ വലിയൊരു മുഖ്യമന്ത്രി എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി എന്തെങ്കിലും പറയുമോ എന്നുള്ളതായിരിക്കും അവിടെയുള്ള മാധ്യമപ്രവർത്തകരും ഒക്കെയും അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അദ്ദേഹം അങ്ങനെ ഒന്നും പറഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. എന്തായാലും പ്രചാരണത്തിൽ നിന്നും മുഖ്യമന്ത്രി പറയുന്ന മറ്റ് രാഷ്ട്രീയവാദങ്ങളിൽ നിന്നും ഒക്കെ മാറി മൈക്കിൽ മാത്രമായേനെ കാര്യങ്ങളൊക്കെയും അങ്ങനെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചില്ല.